ഹായ് ഹലോ വെൽക്കം ടു കോമൺ സെൻസ് ഭാരതൻ. ഇത് സുന്ദർ രാമലക്ഷ്മണൻ. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. വാ വീഡിയോ കാണാം. ആദ്യമായിട്ട് ഈ ചിരട്ടയിൽ നിന്നും ഒരു ഭംഗിയായിട്ടുള്ള പെൻഡൻറ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഈ ചിരട്ടേനെ മാനേജബിൾ ലെങ്ത്തിൽ വെട്ടിയെടുത്ത് അതിനെ ഷേപ്പ് ചെയ്യണം. ഇതാണ് ഹോൾ പ്രോസസ്സ്. പിന്നെ എൻ്റെ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെയധികം ചെറിയ സെറ്റപ്പാണ്. അതിൽ കൂടുതൽ ക്ലാരിറ്റിയോ സൗണ്ടോ പ്രതീക്ഷിക്കാനില്ല. സോ പരമാവധി തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കണം. ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്, വെട്ടുന്നതെല്ലാം ശരിയായിട്ടുണ്ടോ എന്ന്. ഇത് നിങ്ങൾ ഓട്ടിച്ച് കാണാനായിട്ട് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ ആദ്യത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി ഡിസൈൻ ചെയ്തതിനെ വീണ്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയ ഡിസൈൻ കൊടുത്തു നോക്കാം. ഒരു ഹാർട്ട്. ഹാർട്ട് ഒരു സിമ്പിൾ ഡിസൈനാണ്. വെട്ടിയെടുത്ത് ഷേപ്പ് ചെയ്യാനും ഇത്തിരിയും കൂടെ എളുപ്പമായിരിക്കും. പക്ഷേ എളുപ്പമാണെന്ന് പറഞ്ഞാലും പ്രോസസ്സ് വരുമ്പോൾ ഇത്തിരി ഡിഫിക്കൽറ്റി ഉണ്ടാവും. ഇനിയുള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ വരച്ചിരിക്കുന്ന ഡിസൈനെ ഏകദേശം അതിൻ്റെ ഡിസൈനനുസരിച്ച് വെട്ടിയെടുക്കുക എന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇത് വെട്ടിയെടുക്കുമ്പോൾ പൊടി ഉണ്ടാവും, റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെയറിംഗ് മാസ്ക് ഈസ് കമ്പൽസറി. അതിന് വേറൊരു കാര്യമില്ല. എന്ത് ചെയ്തു വീണ്ടും ഫാസ്റ്റ് ഫോർവേഡിങ് പ്രോസസ്സിൻ്റെ അറ്റത്ത് വച്ച് നമ്മൾ വീണ്ടും കാണുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ആസാ ബ്ലേഡ് മൂർച്ചയേറിയതാണ്. അതുകൊണ്ട് കുട്ടികൾ പരമാവധി അത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ വലിയവരുടെ സഹായത്തോടു കൂടി അത് ഉപയോഗിക്കണം. പിന്നെ ഈ ആസാ ബ്ലേഡൊക്കെ ചാലയിൽ 30 രൂപയ്ക്ക് ഞാൻ മേടിച്ചു. 3 എണ്ണം, 2 ചെറുതും 1 വലുതും എന്ന രീതിയിൽ. സോ ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ. നമ്മൾ ആദ്യം വരച്ച ഡിസൈനിൻ്റെ രൂപം ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഡിസൈൻ വരച്ച് നമുക്ക് അതിൻ്റെ അകത്തുള്ള ചെറിയ ഡീറ്റെയിൽസിനെയും നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പം ശരി, നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് തിരികെ വരാം.
ഏകദേശം നമ്മുടെ ഡിസൈനിനൊത്തുള്ള രീതിയിൽ അതിനെ വെട്ടിയെടുത്തു. വെട്ടൽ പരിപാടി തീർന്നു. ഇനി തേപ്പ് പരിപാടി, അതായത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഷേപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കുക. പിന്നെ ഞാൻ ഇവിടെ സാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു റോട്ടറി മെഷീനാണ്. ഈ റോട്ടറി മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ആക്യുറസിയും നല്ല ഫൈനർ പോളിഷും നമുക്ക് അവസാനത്തെ പ്രോഡക്റ്റിൽ ഔട്ട്പുട്ടിൽ കിട്ടാറുണ്ട്. സോ ഇത് വേണമെങ്കിൽ ഞാനിത് പ്രീമിയർ സ്റ്റേഷനറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്കും അവിടെ ചെന്ന് മേടിക്കാം, ഇല്ലെങ്കിൽ ഓൺലൈനിലും തപ്പി നോക്കാം. ശരി, അപ്പം നമുക്ക് വീണ്ടും ഓട്ടിച്ച് നോക്കാം. വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, വെട്ടുന്നതിനേയും കാട്ടി അധികം പൊടി ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് വെയറിംഗ് മാസ്ക് വൈൽ ഡൂയിങ് ദിസ് ഈസ് കമ്പൽസറി. നമ്മുടെ ഫൈനൽ ഡിസൈൻ വെളിയിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കോക്കനട്ടിൻ്റെ ഷെല്ല് വെട്ടിയെടുത്തപ്പോൾ അറ്റങ്ങളെല്ലാം ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ആ എഡ്ജസിനെയും സ്മൂത്ത് ആക്കണം. അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ശരി, എന്നാൽ വീണ്ടും നമ്മൾ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു. അടുത്ത പ്രോസസ്സിൽ ഞാൻ വീണ്ടും വരാം. ശരി, അങ്ങനെ ഒരു തേപ്പ് പരിപാടി കഴിഞ്ഞതിന് ശേഷം പെൻഡന്റിൽ ത്രെഡ് കയറ്റാനുള്ള ഒരു തുളയിടണം. അതിനു വേണ്ടി ഈ മെഷീൻ്റെ ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചതുകൊണ്ട് നമ്മൾ ഒരു ഹോൾ ഇടുന്നു. പിന്നെ ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം ഉപയോഗിക്കേണ്ടത്. കാരണം ഡ്രിൽ ബിറ്റ് ഷാർപ്പാണ്. അറിയാതെ വല്ലതും കയ്യിൽ കൊണ്ട് ചോര വരാൻ അധിക സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വക പരിപാടികൾ കുട്ടികൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരുടെ സഹായം തേടുക. ഹോളിൻ്റെ സൈസ് ത്രെഡിൻ്റെ സൈസിന് ഈക്വലായിരിക്കണം. എന്നാലേ സ്മൂത്തായിട്ട് നമ്മളെ പെൻഡൻറ്റിനെ ത്രെഡിലോട്ട് കെട്ടാൻ പറ്റത്തുള്ളൂ. അത് സൂക്ഷിക്കേണ്ടതാണ്. ഇനി അവസാനത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ ഇട്ടിരിക്കുന്ന ഹോളിലൂടെ നമ്മുടെ ത്രെഡ് കെട്ടി ഒരു മാലയാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു ചിരട്ടയിൽ നിന്നും ഒരു ഹാർട്ട് ഷേപ്പ്ഡ് പെൻഡന്റിനെ നമ്മൾ വാർത്തെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഇതിലൂടെ നൂല് കെട്ടി മുത്തിട്ട് ഒരു നെക്ലസിൻ്റെ രൂപത്തിൽ ഇതിനെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ പ്രോസസ് കംപ്ലീറ്റായി. ഫൈനൽ പ്രോഡക്റ്റും റെഡിയായി. ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ ഈ കാർവിങ്ങിന് ബെസ്റ്റ് ത്രെഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ത്രെഡാണ്. ആ ബ്ലാക്ക് കളറിൻ്റെ കൂടെ നമ്മൾ ബ്രൗൺ കളർ വുഡൻ ബീഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഭംഗി വീണ്ടും കൂടുകയും ചെയ്യും.
പിന്നെ ഇതിൻ്റെ കൂടെ ബ്രൗൺ കളർ ഓവൽ ഷേപ്പിലുള്ള ഒരു മുത്ത് ആഡ് ചെയ്യുമ്പോൾ കോക്കനട്ട് ഷെല്ലിൻ്റെ ആ ഡിസൈനിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യും. പെൻഡൻറ്റിൻ്റെ കൂടെ മുത്തും ചേർത്ത് കെട്ടി അവസാനം ചരടും കൂട്ടിച്ചേർത്ത് കെട്ടുമ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് തയ്യാറായി. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കുക. പിന്നെ ഈ വീഡിയോയിൽ കുറവുകൾ കുറേയുണ്ട്, അത് നമുക്കെല്ലാം ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തൊക്കെയോ കാര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും ഇങ്ങനത്തെ കണ്ടന്റ് വേണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു കോമൺ സെൻസ് ഭാരതീയൻ. വീണ്ടും നിങ്ങളെ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സുന്ദർ രാമ ലക്ഷ്മണൻ. ഭാരത് മാതാ കി ജയ്. താങ്ക് യു.